Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത് റെസ്റ്റ് API വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ കോഡ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഒരു റെക്കോർഡ് എങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതും അത് എങ്ങനെ വ്യൂ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ടൊരു അഡീഷണൽ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതാണ് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ബൈ ഡിഫോൾട്ട് ബ്രൗസറിൽ നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് മാത്രമേ ഡയറക്റ്റ്ലി URL ടൈപ്പ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് API ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ഈ പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ലോക്കൽ മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാണ് ഈ ഒരു ടൂള്. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ API ടെസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ബ്രൗസറിലായിരിക്കില്ല ഇനി മുതലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോഡിൽ വന്ന ചേഞ്ച് കഴിഞ്ഞ തവണ എല്ലാ കോഡിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ച് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് കാര്യമാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വ്യത്യാസമായിട്ട് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് ഈ ക്ലാസിൻ്റെ പേര് പുതിയ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഡാറ്റാബേസ് ലെയർ ആഡ് ചെയ്തിട്ടില്ല, കാരണം കോഡ് കുറച്ചും കൂടി സിമ്പിളാക്കാനായിട്ടാണ്. പക്ഷേ റിയൽസ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ വരുമ്പോൾ ഇതിൽ ഡാറ്റാബേസും കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഓപ്പറേഷൻസ്, അതായത് ഇൻസേർട്ടും അപ്ഡേറ്റൊക്കെ ചെയ്യുന്നത് ഈ ഒരു വേരിയബിൾ വെച്ചുകൊണ്ടായിരിക്കും. യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് വേരിയബിൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു യൂസേഴ്സ് എന്ന് പറയുന്ന റൂട്ടിലേക്കാണ് ഈ ഒരു ക്ലാസ് മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗെറ്റ് മെത്തേഡ് മാപ്പ് ചെയ്തിരിക്കുന്നതിൽ വെറുതെ റിട്ടേൺ യൂസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ നമ്മുടെ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ടൂളിൽ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ സെർവർ ഞാനിവിടെ ഒന്നും കൂടി സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സെർവർ സ്റ്റാർട്ടായിരിക്കുന്നത് ഈ ഒരു ലോക്കൽ ഹോസ്റ്റിലെ 5000 എന്ന് പറയുന്ന പോർട്ടിലാണ്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചില്ല, റിക്വസ്റ്റ് ടൈപ്പ് ഇവിടെ നമുക്ക് പലതും സ്പെസിഫൈ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഇവിടെ റിക്വസ്റ്റ് ടൈപ്പ് ബൈ ഡിഫോൾട്ട് ഗെറ്റ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ URL ആണ്. ഏത് URLയിലേക്കാണ് നമുക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ കോഡ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ റിക്വസ്റ്റ് പോകുന്നത് /users എന്ന് പറയുന്ന ഒരു റൂട്ടിലേക്കാണ്. അപ്പോൾ ഈ ഒരു IP, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബേസ് URL ആണ്. അപ്പോൾ അത് /users അതായിരിക്കും നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഇതിലെ യൂസേഴ്സ് എന്ന് പറയുന്നത് ഗെറ്റ് റിക്വസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഔട്ട്പുട്ടൊന്നും വരില്ല, കാരണം നമ്മൾ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് യൂസേഴ്സൊന്നും എൻ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇൻസേർഷനൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഈ ഒരു കോഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 6ാമത്തെ ലൈനിൽ ഇതൊരു empty ലിസ്റ്റാണ്. അപ്പോൾ ഇനീഷ്യലി ഇതിൽ ഡാറ്റ ഒന്നും ഉണ്ടാവുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഗെറ്റ് യൂസേഴ്സ് എന്ന് പറയുന്ന URL വിളിക്കുമ്പോൾ നമുക്ക് ഈ ഒരു empty റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. സ്റ്റാറ്റസ് 200 ആണ്. ഇത് റെസ്പോൺസ് സക്സസ്ഫുള്ളി വന്നിട്ടുണ്ട്, പക്ഷേ ഡാറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഔട്ട്പുട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു റിസൾട്ടിനെ നിങ്ങൾക്ക് പല രീതിയിൽ ഇവിടെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിവ്യൂ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പല രീതിയിലേക്ക് ഡാറ്റ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ക്ലിയർ ആവും. ഇത് ഡാറ്റ ആയതിൻ്റെ ഒരു ലിസ്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ഇൻസേർട്ട് ഓപ്പറേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് ഓപ്പറേഷന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റാണ്. അപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു /users എന്ന് പറയുന്ന റൂട്ടിലേക്ക് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് വരുമ്പോൾ ആ ഒരു കോഡ് അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് ഹിറ്റ് ആവുന്നത് ഇതിലെ പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡിലേക്കാണ്. അപ്പോൾ അത് ഈ ഫ്ലാസ്ക് റെസ്പോൾ എന്ന് പറയുന്നതിൽ ഒരു എന്താ പറയുക, ഒരു കൺവെൻഷനാണ്. അപ്പോൾ ഈ ഒരു പേര് ഇങ്ങനെ തന്നെ കൊടുക്കണം, എന്നാൽ മാത്രമേ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ഈ ഒരു കോഡിൻ്റെ അകത്തേക്ക് എൻ്റർ ആവത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു
സിമ്പിളായിട്ടുള്ള ഒരു യൂസർ റെക്കോർഡാണ്. അപ്പോൾ അതിൽ 3 ഫീൽഡാണുള്ളത്. ഒന്ന് ID, ഒന്ന് നെയിം, പിന്നെ ഒന്ന് ഇമെയിൽ. അപ്പോൾ ഈ 3 റെക്കോർഡും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ID എന്ന് പറയുന്നത് നമ്മൾ ഫോമിൽ നിന്നല്ല, നമ്മൾ ഡൈനാമിക്കലി ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു കോഡ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഉള്ള റെക്കോർഡിൻ്റെ കൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ ID ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ID ഡാറ്റാബേസിലൊക്കെ നിങ്ങൾ പ്രൈമറി കീ ജനറേറ്റ് ആവുന്ന പോലെ തന്നെ നമുക്ക് കോഡിൽ ഓട്ടോമാറ്റിക്കലി ID ഓരോ റെക്കോർഡ് ആഡ് ചെയ്യുമ്പോഴും ഇൻക്രിമെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് റെക്കോർഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ഫോം ഓഫ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോം മെത്തേഡ് നമുക്ക് പല രീതിയിൽ ഡാറ്റ സെർവറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഫോം ഡാറ്റ ആയിട്ടാണ് ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻപുട്ട് സെൻഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഫോം ഡാറ്റ ആയിട്ട് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് കീ എന്ന് പറയും. അപ്പോൾ കീ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ഫീൽഡിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ ഞാൻ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ആ നെയിം തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കീയുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ സെർവറിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഫ്ലാസ്കിൽ നിന്ന് ഈ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്ന മൊഡ്യൂളും കൂടി ഇമ്പോർട്ട് ചെയ്യണം. അതായത് നമുക്കിവിടെ വരുന്ന റിക്വസ്റ്റിൽ നിന്നുള്ള ഒരു ഫോം ഡാറ്റ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ലൈനിൻ്റെ മീനിങ്. പിന്നെ അതുപോലെ സെക്കൻഡ് പാരാമീറ്റർ നമ്മളവിടെ കൊടുക്കുന്നത് ഇമെയിൽ എന്ന് പറയുന്ന പാരാമീറ്ററാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ഡിക്ഷണറി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലിസ്റ്റ് നമ്മളിവിടെ ഇനീഷ്യലി കൊടുത്ത ഗ്ലോബലി ഡിക്ലെയർ ചെയ്ത വേരിയബിളാണ് ഈ ഒരു യൂസേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റോപ്പ് ആവുന്നത് വരെ അതിലുള്ള ചേഞ്ചസ് അത് സേവായിട്ട് നിൽക്കുന്നതാണ്. അത് നമ്മൾ ഡാറ്റാബേസിനെ മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പ്രോഗ്രാം നമ്മളിവിടെ കില്ല് ചെയ്യുന്നത് വരെ ഇതിൽ വരുന്ന ചേഞ്ചസ് ലൈവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമ്മളൊരു ഡിക്ഷണറി യൂസർ എന്ന് പറയുന്ന ഡിക്ഷണറിയിൽ 3 കീസ് ID, നെയിം, ഇമെയിൽ എന്ന് പറയുന്ന 3 കീവേഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു യൂസേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് ഓരോ പോസ്റ്റ് റിക്വസ്റ്റ് വരുമ്പോഴും അപ്പെൻഡ് ചെയ്ത് വിടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ റെക്കോർഡ് ഡാറ്റാബേസിലേക്ക് ഒരു ഇൻസേഷൻ നടക്കുന്ന ആ ഒരു കാര്യത്തിന് ഈക്വലൻ്റ് ആണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ REST API കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള കോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് പോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ പോസ്റ്റ്മാനിൽ നമ്മളിവിടെ ടൈപ്പ് മാറ്റുന്നു, പോസ്റ്റ് എന്ന് പറയുന്ന ടൈപ്പ് മാറ്റുന്നു. അപ്പോൾ ആ ടൈപ്പ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇവിടെ കുറേ ഹെഡേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇത് സെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആഡ് ആവുന്നതാണ്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഒരു ടാബിലാണ് നമ്മൾ ഡാറ്റ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഫോം ഡാറ്റ ആയിട്ട് നമ്മൾ ഈ 2 പാരാമീറ്റേഴ്സും ഇതിൻ്റെ വാല്യൂസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു JSON റെസ്പോൺസാണ്. അപ്പോൾ ഇത് റോ ആയിട്ട്, അതായത് പ്ലെയിൻ സ്ട്രിങ് ആയിട്ട് ഇങ്ങനെയാണ് പ്രിൻ്റ് ആവുന്നത്. അത് സ്റ്റൈൽ ചെയ്ത് ഒരു സിൻടാക്സ് കളറൊക്കെ വരാനായിട്ടാണ് ഈ പ്രിറ്റി ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു റെക്കോർഡ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആഡായ റെക്കോർഡാണ് നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു റെക്കോർഡും കൂടി ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ പുതിയൊരു യൂസറിൻ്റെ പേര് ഇവിടെ കൊടുക്കുകയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആഡ് ആവുന്ന റെക്കോർഡാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫുൾ റെക്കോർഡ്, ഇപ്പോൾ നമ്മൾ 2 റെക്കോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ID ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഓട്ടോമാറ്റിക്കലി 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതുവരെ ആഡ് ചെയ്ത 2 റെക്കോർഡ് നമുക്ക് ഫുൾ കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം ഈ ഒരു ഗെറ്റ് മെത്തേഡിൽ നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് എന്ന് പറഞ്ഞാൽ ഈ യൂസേഴ്സ് ഈ ലിസ്റ്റ് കംപ്ലീറ്റ്ലി റിട്ടേൺ ചെയ്യാനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഉള്ള ഫുൾ ഡാറ്റയും നമുക്ക് ആ ഒരു ഗെറ്റ് മെത്തേഡ് കോളിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കതൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഞാനിവിടെ റിക്വസ്റ്റ് ടൈപ്പ് ഗെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മുടെ യൂസേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ആഡായിരിക്കുന്ന 2 ഡാറ്റയും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഗെറ്റ് റിക്വസ്റ്റും ഒരു പോസ്റ്റ് റിക്വസ്റ്റും നമ്മൾ ഇങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ റിയൽ ആയിട്ടുള്ളൊരു സിനാരിയോ വരുമ്പോൾ ഈ ഒരു ലിസ്റ്റിന് പകരം നമ്മുടെ ഈ ഒരു
ഇവിടെ നമ്മൾ ശരിക്കും ഡാറ്റാബേസിലേക്കാണ് ഈ ഡാറ്റ ഇൻസേർട്ട് ആവുന്നത്, അല്ലെങ്കിൽ അതിലായിരിക്കും ഓപ്പറേഷൻസ് അപ്ഡേറ്റും ഡിലീറ്റും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡാറ്റാബേസ് ലെയർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് അഥവാ ഇൻസേർഷനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിലൊരു റെക്കോർഡ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇതിലെ ഒരു റെക്കോർഡിൻ്റെ നെയിം നമുക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇമെയിൽ എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ നോക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.